നന്ദികേടെല്ലാം നല്ല അനുകൂലമാണോ? ക്ഷേമ പ്രവർത്തനം, റോഡ്, പാലം, വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ചാപ്പാട് കഴിച്ചവർ നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയൊന്നും പറഞ്ഞില്ല. വെറുതെ ആവശ്യമില്ലാതെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു നിങ്ങൾ. അങ്ങനെയൊന്നും എം എം മണി പറഞ്ഞ് ഞാൻ കേട്ടതാണ്. ആനുകൂല്യങ്ങളെല്ലാം കിട്ടിയ ആളുകൾ വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അത്രേ കണ്ടു. അത് വലിയ രീതിയിൽ ഫോക്കസ് ചെയ്ത് വേറൊരു വാർത്ത ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട. അദ്ദേഹത്തിൻ്റെ ഒരു സാധാരണ സ്റ്റൈലുണ്ടല്ലോ, ആ സ്റ്റൈലിൽ പറഞ്ഞതായി കണ്ടാൽ മതി. എം എം മണി നടത്തിയ പരാമർശത്തെക്കുറിച്ച് ഞാൻ കേട്ടു. അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് കരുതലില്ലാതെ നടത്തിയ ഒരു പ്രസ്താവനയാണ്, പാർട്ടി അംഗീകരിക്കുന്ന പ്രസ്താവനയല്ലത്. CPM നേതാവ് കേരളത്തിലെ ജനങ്ങളെ അപമാനിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള CPM നേതാക്കളുടെ മനസ്സിലിരിപ്പാണ്. അവരുടെ വീട്ടിൽ നിന്നല്ല ഇപ്പോൾ ഔദാര്യം കൊടുക്കുന്നത്. തോറ്റിട്ടും തോൽപ്പിച്ച ജനങ്ങളോട് എത്ര മോശമായിട്ടാണ്, എത്ര അപമാനീയതയായിട്ടാണ് CPM പെരുമാറുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഞാനിതിനെ കാണുകയാണ്.